ഹലോ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഒരു ഫേക്ക് ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുത്തിട്ട് അടയ്ക്കാതിരുന്നാൽ അവരെന്തൊക്കെ ചെയ്യും, അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ 100% നമുക്കത് സർവൈവ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആദ്യമേ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒന്ന് പറഞ്ഞോട്ടെ, ഈ ലോൺ ആപ്ലിക്കേഷൻ, വ്യാജ ലോൺ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നുമല്ല. നമ്മളെ പേടിപ്പിച്ച് നമ്മുടെ കയ്യിൽ നിന്ന്, നമ്മുടെ അഭിമാനത്തെ അവർ ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. അതല്ലാതെ നമ്മുടെ സിബിൽ സ്കോറിലോ നമ്മുടെ വീട്ടിലോ ഒരു കാരണവശാലും 101% അവർ വരില്ല. ചില ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്, സാറേ വ്യാജ ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുത്താൽ വീട്ടിൽ ആൾ വരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അവർ ഒരു കാരണവശാലും വരില്ല. വന്നാൽ നല്ല അടിയും കിട്ടും. അതിനുള്ള അങ്ങനെ വരാൻ കഴിയില്ല അവർക്ക്. ഓക്കെ, ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നേപ്പാൾ, ചൈന, പാകിസ്ഥാൻ എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ്. ഭീമമായ പലിശയ്ക്ക് പണം ഇങ്ങനെ കടം കൊടുത്തിട്ട്, നിങ്ങൾക്കറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, 5000 രൂപ നമ്മൾക്ക് എടുക്കണമെങ്കിൽ 2000 രൂപ അവർ പ്രോസസ്സിംഗ് ഫീസോ ഇൻട്രസ്റ്റോ നമ്മൾ കട്ട് ചെയ്യും, 3000 രൂപ നമുക്ക് തരും, നമ്മൾ 5000 രൂപ അടയ്ക്കും. പല സന്ദർഭങ്ങളിലും നമുക്കിത് അടയ്ക്കാൻ കഴിയില്ല. എന്നാൽ ചില ആൾക്കാർ ഇത് നമ്മൾ ജസ്റ്റ് ഒന്നും കൊടുക്കണ്ട, പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസോ ആധാർ കാർഡോ ഒന്നും കൊടുക്കണ്ട, അക്കൗണ്ട് നമ്പർ കൊടുത്താൽ തന്നെ ഷൂ എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കാൻ അക്കൗണ്ടിൽ ക്യാഷ് വന്നു. 6ാമത്തെ ദിവസം ബൈ തരാ പൈസ തോ ബൈ നെയ് തോ ആപ്ക മൊബൈൽ മേ സബ്ബിക്കും മോഫിംഗ് പിക്ചർ ബജേക എന്നൊക്കെ പറഞ്ഞ് ഹിന്ദിയിൽ ചറ മെസ്സേജും കോളുകളും വന്ന് നിറയും. നമ്മൾ പാനിക്കാവുക. നമ്മൾ ഇവിടുന്ന് കന്യാകുമാരി വരെ ഓടും, കന്യാകുമാരിയിൽ നിന്ന് കാസർഗോഡ്, എനിക്ക് വയ്യ, അവിടെ നിന്ന് ആരെയെല്ലാം വിളിക്കുന്നൊന്നും ഒരു പിടുത്തമില്ല. അങ്ങനെ നിങ്ങൾ ഇതിൽ പാനിക്കാകേണ്ട കാര്യം ഒന്നുമില്ല. ഓക്കെ, ആദ്യമേ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതുപോലെ ഞാൻ പറയുന്ന പോലെ ഞാൻ ചെയ്യുക. ഞാൻ എടുത്ത ആപ്പിൻ്റെ പേരാണ് ക്രെഡിറ്റ് മാങ്കോ എന്ന് പറഞ്ഞ ആപ്പ്. നിങ്ങൾക്ക് കാണാം റീപേയ്മെൻറ്റ്. ഈ 5000 രൂപ അടയ്ക്കാനുള്ള 150 രൂപ അവർ ഡെയിലി 50 രൂപ വെച്ച് ഡെയിലി അവർ അവർ ഫൈൻ കൊടുക്കുകയാണ്. ഞാനത് കൊന്നാലും ഞാൻ അടയ്ക്കില്ല. ലോൺ എമൗണ്ട് 5000 രൂപ എടുത്തു. 7 ദിവസത്തെ ഡ്യൂറേഷനുണ്ട്. സർവീസ് ഫീസ് 2000, ഓവർ ഡ്യൂ ഫീസ് 150 രൂപ, 5290 രൂപ അടയ്ക്കണം. ഞാൻ ആദ്യമേ 2000 രൂപ എടുത്തു, എനിക്ക് 1200 തന്നു, 2000 ഞാൻ തിരിച്ചടച്ചു. രണ്ടാമത് കുറച്ചുകൂടി കൂടുതൽ എടുക്കണമെന്ന് വിചാരിച്ച് ഞാൻ 5000 എടുത്തു, 3000 തന്നു, ഇനി 5000 അടയ്ക്കണം. ഞാൻ അടച്ചിട്ടില്ല, ഒരു കാരണവശാലും ഞാൻ അടച്ചിട്ടില്ല. അപ്പോൾ ഇന്നലെ മുതൽ എന്നെ വിളിച്ചിട്ട് ഭീഷണി തുടങ്ങി. മൊബൈൽ നമ്പറിലെല്ലാം മെസ്സേജ് അയക്കും, മറ്റേതയക്കും എന്ന് പറഞ്ഞ് ഭീഷണി തുടങ്ങി. ഞാൻ ഭീഷണി എന്നുള്ള നല്ല തെറിയാണ്. ഈ ലോൺ ആപ്പിൽ നിന്ന് ഞാൻ ലോൺ എടുത്തവർക്ക് അറിയാൻ പറ്റും, നല്ല തെറിയാണ് അവർ സംസാരിക്കുന്നതിനും. യാതൊരു വിധമായ ഒരു നാക്കിന് നരമ്പില്ലാതെ സംസാരിക്കുമെന്ന് പറയില്ല, അതേപോലെ തന്നെയാണ് ഞാനും തിരിച്ച് എനിക്കറിയാവുന്ന തെറികൾ മൊത്തവും പറഞ്ഞു. നിങ്ങൾ എന്ത് ഇത് തന്നാലും, എന്ത് ഭീഷണി കൊടുത്താലും, ആർക്കൊക്കെ അയച്ചു കൊടുത്താലും ഞാൻ 5 പൈസ അയക്കില്ല, നിങ്ങൾക്ക് തോന്നിയത് ചെയ്തോളൂ എന്ന് ഞാനും പറഞ്ഞു. എന്നിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കുറച്ച് ഹിന്ദി ഹീറോയിൻസിൻ്റെ കുറച്ച് പിക്ചേഴ്സ് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതും കൂടെ വെച്ച് എഡിറ്റ് ചെയ്തോളൂ, എനിക്ക് കുറച്ച് ഫേമസ് ആകാനാണ് നാട്ടിലെന്ന് പറഞ്ഞു. ഞാനൊന്നും ചെയ്യില്ല. എൻ്റെ വാട്സപ്പിൽ പോയിട്ട് ഒരു സ്റ്റാറ്റസ് ഇട്ടു. ഞാൻ ഇന്നലെ നിങ്ങളെ കാണിച്ചായിരുന്നു. എൻ്റെ വാട്സപ്പ് ഡീറ്റെയിൽസ് ആരോ ഹാക്ക് ചെയ്തു, ക്യാഷ് കൊടുത്തില്ല എങ്കിൽ മോഫ് ചെയ്ത വൃത്തികെട്ട ഫോട്ടോസ് എൻ്റെ വാട്സപ്പ് കോൺടാക്ട്സിൽ അയക്കുമെന്ന് പറയുന്നു. അതായത് എൻ്റെ തല വേറെ ഏതെങ്കിലും നേക്കഡ് ബോഡിയിൽ അറ്റാച്ച് ചെയ്തു. ഇങ്ങനെയുള്ള വാട്സപ്പ് മെസ്സേജ് വരികയാണെങ്കിൽ ആരും ഓപ്പൺ ചെയ്യരുത്, നിങ്ങളുടെ ഫോണും ഹാക്കാവും. കൂടുതലും നെറ്റ് നമ്പറിൽ നിന്നാണ് മെസ്സേജ് വരുന്നത്. താങ്ക് യു എന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ടു. അതിനുശേഷം അവന്മാർ ഹാക്കിങ്, അതായത് അവന്മാർ മോർഫിങ് തുടങ്ങിയ സമയത്ത് ഞാൻ മെസ്സേജ് ഇട്ടു. അവന്മാർ വാട്സപ്പ് മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഇട്ട് തുടങ്ങി. ആരും ദയവ് ചെയ്ത് ഓപ്പൺ ചെയ്യരുത്. എനിക്ക് ആ ചിത്രങ്ങൾ കാണിച്ചു തരാൻ പറ്റില്ല, കാരണം അത് യൂട്യൂബിൻ്റെ പോളിസിക്ക് അഗെയിൻസ്റ്റാണ്. എന്നാലും ചെറുതായി കാണിച്ചു തരാം, ബാക്കി നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുള്ളൂ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് ആ ഒരു പേടി മാറാൻ വേണ്ടി ഞാൻ കാണിച്ചതാണ്. അതിനുശേഷം എൻ്റെ സ്റ്റാറ്റസിൽ നമ്മുടെ മനോരമയിൽ വന്ന ഇതിനെക്കുറിച്ചുള്ളൊരു പഴയ വീഡിയോ ഞാൻ എടുത്തിട്ടു. ഹലോ, നീ ആ മൊബൈൽ ആപ്പ് വഴി എടുത്ത ലോണിന്റെ കാര്യം എന്തായി? അത് ഞാൻ ക്ലോസ് ചെയ്തല്ലോ. ഫുള്ള് ക്ലോസ് ചെയ്തോ? അത് ഞാൻ മുഴുവൻ ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഒരു 4000 രൂപ എന്തോ വേണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ ആപ്പൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നാ അവന്മാർ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വാട്സപ്പ് നോക്കി, ഞാനൊരു സാധനം അയച്ചിട്ടുണ്ട്. ഹലോ, എന്താണ് നിന്റെ നഗ്നചിത്രമൊക്കെ ഇറങ്ങിയതുണ്ടല്ലോ? അയ്യോ, അത് എൻ്റെ ഒന്നുമല്ല, അങ്ങനെയൊന്നും അല്ലാട്ടത്. ഹലോ, ഫോട്ടോ ഒക്കെ വാട്സപ്പിൽ കിടന്ന് ഇറങ്ങുന്നുണ്ടല്ലോ. അതെ, അതൊരു ലോൺകാര്. ഹലോ, കണ്ടല്ലോ അല്ലേ നീ? നിങ്ങളിത് ഫോർവേഡ് ചെയ്യരുത് പ്ലീസ്. ഒരു സാമ്പിളാ, ബാക്കിയുള്ളത് പുറകെ വരും. ഞാൻ പൈസ തരാം, ഞാൻ നിങ്ങൾക്ക് പൈസ തരാം. ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും.
പ്ലീസ്. സംസ്ഥാനത്ത് ഈയിടെയായി പതിവായിക്കൊണ്ടിരിക്കുന്ന ഒരു തട്ടിപ്പിന്റെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. പെട്ടെന്ന് പണം ലഭിക്കുമെന്നുള്ളതാണ് ലോൺ ആപ്പുകളിലേക്ക് കൂടുതൽ പേരെ ആകർഷകരാക്കുന്നത്. പണം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരിടേണ്ടി വരുന്നത് ഭീഷണിയും വ്യക്തിഹത്യയുമാണ്. ഒരു യുവാവിന്റെ അനുഭവം കേൾക്കാം. ഫ്രണ്ട് പറഞ്ഞേന് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ലോണുണ്ട്, അപ്പോൾ നീ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് 3000 രൂപ ഒരു അപ്രൂവൽ ആയപ്പോഴത്തേക്ക് 2000 സംതിങ് രൂപയാണ് എനിക്ക് ക്രെഡിറ്റ് ആയത്. ക്രെഡിറ്റ് ആയപ്പോഴത്തേക്ക് പിന്നെ 7 ദിവസം ഇതാണ്, അപ്പോൾ തിരിച്ച് 3000 അടയ്ക്കണം. അത് അടച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് വീണ്ടും ഇവരെ മെസ്സേജ് വന്നു, വീണ്ടും ഒരു 2800 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് 1400 രൂപ ഇപ്പം അടച്ചില്ലെങ്കിൽ മറ്റേ ബൾഗറായിട്ടുള്ള ഫോട്ടോസ് അയക്കുന്നത്. ഞാൻ പെർമിഷൻ കൊടുത്ത് അവർക്കൊക്കെ മറ്റേ ഈ മെസ്സേജ് പോയി അവരെന്നെ വിളിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ, അപ്പോൾ ഞാൻ എന്നിട്ട് പൈസ ഇട്ട് കൊടുത്തു. ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ വളരെ എളുപ്പത്തിലാണ് പണം വായ്പയായി ലഭിക്കുന്നത്. ഫോണിലെ കോൺടാക്റ്റും കോൾ ലിസ്റ്റും ചിത്രങ്ങൾ ഉൾപ്പെടുന്ന ഫയലുകളും ഹാക്ക് ചെയ്താണ് വ്യക്തിഹത്യയും ഭീഷണിയും. പെട്ടുപോയാൽ പലരും മാനസിക സമ്മർദ്ദം താങ്ങാതെ ആത്മഹത്യ എന്ന വഴിയിലേക്ക് തിരിയുകയും ചെയ്യും. അതൊരു പേടി, ഒരു ടെൻഷനും, ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണ്. എന്ന് വെച്ചാൽ ഒരു നാണക്കേട്. ഇനിയിപ്പോൾ അവരെന്ത് കാണിക്കും, നമുക്കൊരു പെട്ടെന്നൊരു പേടിയാണ്. ഇവർ നമ്മളെ വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. കോവിഡിന് ശേഷമുള്ള സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് പലരും ലോൺ ആപ്പുകളെ ആശ്രയിക്കാൻ കാരണം. തട്ടിപ്പിനിരയായി 100 കണക്കിന് പരാതികളാണ് ലോൺ ആപ്പുകൾക്കെതിരെ പോലീസിന് ലഭിക്കുന്നത്. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.